ഒരു സങ്കടകരമായ വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കറിയാം, അഫ്ഗാനിസ്ഥാനിലുണ്ടായ വലിയ ഭൂകമ്പം മരണസംഖ്യ 800 കടന്നിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്ന ഏറ്റവും പുതിയ വാർത്ത. 813 പേർ മരിച്ചിരിക്കുന്നു, 2000-ഓളം ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു, പരിക്കേറ്റ് കിടക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം. അങ്ങനെ ആശങ്കപ്പെടുത്തുകയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്ന ഓരോ വിവരവും. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഒന്നുമല്ല, സാങ്കേതിക സംവിധാനങ്ങളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഏറ്റവും മന്ദഗതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ആദിൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി എന്നോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അതിൽ ഗുഡ് മോർണിംഗ് പറയുന്നില്ല, കാരണം ഒരു ശുഭദിനം പറഞ്ഞു തുടങ്ങാൻ പറ്റിയ വാർത്തയല്ല. അത്രമാത്രം സങ്കടപ്പെടുത്തുന്നുണ്ട് ആ വാർത്ത. ഏത് നാടാണെങ്കിലും മരിച്ചു വീണത് മനുഷ്യരാണല്ലോ. 813 ആളുകൾ ആ ദുരന്തത്തിൽ മരണപ്പെട്ടുവെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഭൂകമ്പം 6.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം. രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? വലിയ പ്രതിസന്ധികൾ അഫ്ഗാനിസ്ഥാൻ നേരിടുന്നു എന്നാണ് അറിയുന്നത്. തീർച്ചയായിട്ടും മനു, അഫ്ഗാനിസ്ഥാനെ തീർത്തും പിടിച്ചുലയ്ക്കുന്ന തരത്തിലുള്ള വലിയ ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത്. ഞായറാഴ്ച രാത്രി 11:45 ഈ കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ 5 പ്രവിശ്യകൾ കേന്ദ്രീകരിച്ചുണ്ടായിട്ടുള്ള ഈ ഭൂകമ്പത്തിൽ ഏകദേശം 813, നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം 813 പേർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മനു സൂചിപ്പിച്ച പോലെ 6.30 റെക്ടർ സ്കെയിലിൽ തീവ്രത അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ ഭൂകമ്പത്തിൽ ഏകദേശം 3000-ഓളം പേർക്ക് നിലവിൽ പരിക്കേറ്റതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ വീടുകൾക്കകത്ത് കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. വലിയ നാശനഷ്ടം ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് ഈ പറയുന്ന കുനാർ പ്രവിശ്യയിലാണ് ഏറ്റവും വലിയ രീതിയിലുള്ള ദുരന്തം സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രമായിരുന്ന ഈ നംഗഹാർ പ്രവിശ്യയിലെ ജലാദബാദിനകത്തുള്ള 8 കിലോമീറ്റർ അകത്തായിട്ടാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം കണക്കാക്കപ്പെടുന്നത്. ആ പ്രവിശ്യയിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ നിലവിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്ന കനത്ത മഴയും മണ്ണിടിച്ചിലും തുടരുന്നൊരു സാഹചര്യമാണ് അഫ്ഗാനിസ്ഥാനിലുള്ളത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് നിലവിൽ ഈ പറയുന്ന അമേരിക്കൻ ജിയോളജിക്കൽ സർവേയുടെ കണക്കുകൾ പ്രകാരം ഈ അഫ്ഗാനിൽ ഉണ്ടായിട്ടുള്ള ഈ ഭൂകമ്പത്തിൽ ഏകദേശം 12 ലക്ഷത്തോളം ആളുകൾ ഇതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വലിയൊരു സംഖ്യയാണത്. നമുക്കറിയാം, 2023 സമാനമായ രീതിയിൽ സമാന റെക്ടർ സ്കെയിൽ തീവ്രത അടയാളപ്പെടുത്തുന്ന 6.3 തീവ്രതയിൽ ഒരു ഭൂകമ്പവും തുടർ ചലനങ്ങളും അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്നു. താലിബാൻ വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് അതിൽ ഈ ആധുനിക സംവിധാനങ്ങളൊക്കെ വളരെ കുറവാണ് അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച്. ഈ രക്ഷാപ്രവർത്തനത്തിനൊക്കെ അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി തീർത്തുകൊണ്ടിരിക്കുന്നത്. ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ആളുകളെ പുറത്തെത്തിക്കുക, ആശുപത്രികളിലേക്ക് മാറ്റുക, ആശുപത്രി സംവിധാനങ്ങളൊക്കെ അത്രമാത്രം ദുർബലമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ടോ അഫ്ഗാനിസ്ഥാന്? മനു സൂചിപ്പിച്ച പോലെ തന്നെ അഫ്ഗാനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഈ വലിയ ടെക്നോളജിയുടെ അഭാവം ഈ പറയുന്ന ദുരന്തത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കാനുള്ള എല്ലാവിധ സാധ്യതയും കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഐക്യരാഷ്ട്ര സംഘടനയാണെങ്കിലും ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങളാണെങ്കിലും സഹായഹസ്തവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ UN $5 മില്യൺ അഫ്ഗാനിന് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏത് സഹായങ്ങൾക്ക് വേണ്ടിയും UN-ൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും ഉണ്ടാവുമെന്ന് ആൻ്റോണിയോ ഗുട്ടറസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ UN-ൻ്റെ ലോകഭക്ഷ്യ പരിപാടി ഭക്ഷണം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് ഇന്ത്യ കൈത്താങ്ങി എന്നുള്ളത്. ഏറ്റവും ആദ്യഘട്ടത്തിൽ തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ അഫ്ഗാനിൽ എത്തിയിട്ടുണ്ട്. ടെൻറ്റുകളായിട്ടും ഭക്ഷണവുമായിട്ടും ഉൾപ്പെടെ 15 ടണ്ണിൻ്റെ സാധനങ്ങൾ നിലവിൽ ഇന്ത്യ വിതരണം ചെയ്തിട്ടുണ്ട്. തുടർ സഹായങ്ങൾ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം എക്സ്പോസിൽ നരേന്ദ്രമോദി കൃത്യമായിട്ടും ഈ പറയുന്ന ദുരന്തബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ തുടർച്ചയിലാണ് ഇത്തരത്തിൽ 15 ടണ്ണിൻ്റെ സാധനങ്ങൾ അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യ അഫ്ഗാനുമായിട്ട് വലിയ ഊഷ്മളമായിട്ടുള്ള ബന്ധം പുലർത്തുന്ന ഒരു രാഷ്ട്രമാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകളിലെല്ലാം വലിയ സഹായങ്ങൾ നൽകുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സഹായിക്കുക എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്തം ഇന്ത്യക്കുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. കൂടാതെ തന്നെ UN അടക്കം മറ്റു രാഷ്ട്രങ്ങളടക്കം അഫ്ഗാനിസ്ഥാന് സഹായഹസ്തവുമായി രംഗത്തെത്തുന്നുണ്ട്.
ഏറ്റവും പ്രധാനപ്പെട്ടത് മനു സൂചിപ്പിച്ച പോലെ തന്നെ ഈ പറയുന്ന ടെക്നോളജികളുടെ അപര്യാപ്തത തന്നെയാണ് അഫ്ഗാനെ ഈ ദുരന്തത്തെ കരകയറ്റുന്നതിൽ നിന്ന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഈ പറയുന്ന മരണസംഖ്യ ഇത്രയും വലിയ രീതിയിൽ ഉയരുന്നതിനും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിനെല്ലാം ഇത് വലിയ കാരണമായിട്ടുണ്ട്. അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള സഹായങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അഫ്ഗാന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.